എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ വണ്ടർ അടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സംഭവം കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കും. ആ ആഗ്രഹം നമ്മളെയും ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ നമ്മളങ്ങ് ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഇത് ആഘോഷിച്ച് സന്തോഷിച്ചിട്ട് ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകളും പൈസക്കുള്ള ബുദ്ധിമുട്ടുകളും ഈ പ്രശ്നങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേറെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഓർത്തും കൂടിയാണ് വന്നത്. പക്ഷെ ഒന്നും മനസ്സിലോട്ട് വരുന്നില്ല. കാരണം ഞാൻ ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിന് 10,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 10,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല, നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമുക്ക് പുതിയ ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് ഈ 10,000 എന്നുള്ളത് 1 ലക്ഷം 10 ലക്ഷം ഒക്കെ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരുപാട് നല്ല ട്രാവൽ സീരീസ് വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മളൊരു ട്രാവൽ സീരീസ് ഒന്നും ചാനലിൽ ചെയ്തിരുന്നില്ല. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. നമ്മുടെ ജോലി തിരക്കുകളുണ്ട്, പിന്നെ നമ്മുടെ ഗാഡ്ജറ്റുകളുടെ ഒരു പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ട്രാവൽ സീരീസ് ഒന്നും തന്നെ ചെയ്യാതിരുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ ഒരുപാട് ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് ചാനലൊക്കെ ഉണ്ട്. നമുക്ക് ഈ 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെച്ച് നോക്കുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ നേട്ടങ്ങൾ നമ്മുടെ ഒരു വലിയ വിജയങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ നേട്ടങ്ങൾ നമ്മളങ്ങ് ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് ആഘോഷിച്ച് സന്തോഷിച്ചില്ലേ പിന്നെ നമ്മൾ എപ്പോഴൊക്കെ ആഘോഷിച്ച് സന്തോഷിക്കുക. എല്ലാ പ്രശ്നങ്ങളും മാറിയതിന് ശേഷം നമുക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെ എക്സൈറ്റഡായി വണ്ടടിച്ചു പോയ കാര്യമാണ്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരു സംഭവമാണത്. ഈ വീഡിയോയുടെ കവർ ഇമേജിൽ കണ്ടതുപോലെ, അതായത് തമ്പനയിൽ കണ്ടതുപോലെ, നമ്മുടെ ചാനലിന് ഒരു 60,000 രൂപയിലധികം വില വരുന്ന ഒരു ഗോപ്രോ ഹീറോ 9 ഒരു കിറ്റ് നമുക്ക് അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ വണ്ടർ അടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. എന്താ പറയുക, ഇപ്പം അത് എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം തീവ്രമായിട്ട് നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ആഗ്രഹം നടത്താൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തുന്നതാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനുവേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കുകയാണ്, നമുക്കത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ തുനിഞ്ഞിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കും. ആ ആഗ്രഹം നമ്മളെയും ആഗ്രഹിക്കും, നമ്മളിലേക്ക് എത്തുമെന്ന് പറയുന്നത് 100% സത്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേട്ടോ എൻ്റെ കാര്യത്തിൽ. കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഈ ഒരു ഗോപ്രോ ഹീറോ 9 ഒരു വലിയ ബണ്ടിലും അതിൻ്റെ ചാർജറും എല്ലാം കൂടെ ഉള്ളൊരു സംഭവം, അത് പെട്ടെന്ന് വാങ്ങാമെന്ന് പറഞ്ഞാൽ എനിക്ക് നടപടിയുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ ഒരു സാമ്പത്തികവും ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള എല്ലാവരുടെയും സാമ്പത്തിക ഒക്കെ വെച്ചിട്ടും ഇപ്പോഴത്തെ ഒരു ചുറ്റുപാട് വെച്ചിട്ടൊന്നും ആർക്കും ഇതങ്ങനെ പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല നമ്മളെപ്പോലെ സാധാരണ പെട്ട ഒരാൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പറ്റാഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ ഗാഡ്ജറ്റുകളുടെ ഒരു പ്രോബ്ലം കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ശരിക്കും ചെയ്യുന്നത് എൻ്റെ ഫോണിൽ തന്നെ ഒരു മറ്റേ ഷിയൂമിൻ്റെ ഒരു ഗിംബലുണ്ട്. ആ ഗിംബൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക, ഈ ഒരു അനക്കമൊന്നുമില്ലാതെ സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മളൊരു ബസ്സിൽ കയറി ഒന്നൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടായി ഗിംബലൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് സമയം പോകും. പിന്നെ നമുക്ക് നടപടിയാകുമല്ലോ, പിടിക്കുമ്പോഴത്തേക്കും ഷെയ്ക്കാവുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഒരു ബൈക്കിൽ പോകുന്ന ഒരു വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്ന അപകടമാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഗോപ്രോ ഹീറോ 8 ഒരു സെക്കൻഡ് OLX അങ്ങനെ തപ്പിയെടുത്ത് മേടിക്കാമെന്നായിരുന്നു നമ്മുടെ മനസ്സിലൊരാഗ്രഹം. കൂടാതെ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോപ്രോ ഹീറോ 9 ഹയർ ചെയ്തിട്ട് ആ വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു ഗോപ്രോ ഹീറോ 9 കിട്ടിയിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോയി. പിന്നീട് ഈ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും മേടിക്കണം എന്ന് മനസ്സ് സത്യമായിട്ട് തല പോകച്ച് ആലോചിച്ചു. കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം, കുറച്ച് ട്രാവലിംഗ് ഒക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ട് മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു ക്യാമറ നമുക്ക് കിട്ടിയത്. ഇനി ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരു പെയ്ഡ് ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു പെയ്ഡ് ഗിഫ്റ്റ്, അതായത് ഒരു ഗിഫ്റ്റാണ്, പക്ഷേ നമ്മൾ പേ ചെയ്യുകയും കൂടി വേണം. പക്ഷേ നമുക്കൊരു സാവകാശമുണ്ട്. വളരെ യാദൃച്ഛമായി പരിചയപ്പെട്ട ഒരു സുഹൃത്ത്, അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഈ സാധനം വരുത്തിയിട്ട് അത് എനിക്ക് തരികയും ചെയ്തു. അത് ഫ്രീ ആയിട്ടല്ല,
ഒരു ചെറിയ എമൗണ്ട് പുള്ളിക്ക് ഞാൻ കൊടുത്തു. അതുകൂടാതെ ഇനിയിപ്പം മന്ത്ലി ഒരു ചെറിയ EMI സ്കീം പോലെ അപ്പോൾ അദ്ദേഹം നമുക്ക് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു തവണകളാക്കി സെറ്റ് ചെയ്ത് തരികയും ചെയ്തു. മാത്രമല്ല ഒരു ക്യാമറ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അതിൻ്റെ കൂടെ കുറേ സംഗതികളും അതിൻ്റെ ഒരു ഡ്യുവൽ ചാർജറും അതൊന്നും അവൈലബിൾ പോലും അല്ല ഇവിടെ. അതിൻ്റെ ഒറിജിനലൊന്നും അവൈലബിൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പോലും ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യുവൽ ബാറ്ററി ചാർജറും ഇതെല്ലാം കൂടി ഒരു 10-60,000 രൂപ വില വരുന്ന സാധനം. പക്ഷേ പുള്ളി നല്ലൊരു എമൗണ്ട് കുറച്ചും കൂടി അതാണ് കേട്ടോ. അപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ വിലയ്ക്ക് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെക്കാട്ടിലും ഒക്കെ പുറത്ത് വില കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിലയ്ക്ക് തന്നെ ഏകദേശം നല്ലൊരു തുക ഇവിടത്തെക്കാട്ടിലും നമ്മുടെ നാട്ടിലെക്കാട്ടിലും കുറഞ്ഞ് ആ എമൗണ്ടിൽ ഒരു EMI സ്കീം പോലെ പുള്ളി എനിക്ക് തന്നത്. നമ്മൾ ഉള്ള പോലെ അങ്ങനെ കൊടുത്ത് ഇതാൽ മതി. അദ്ദേഹം നമ്മളൊരു യൂട്യൂബ് പാഷൻറ്റ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഫെസിലിറ്റിക്ക് എനിക്ക് ഈ സംഭവം തന്നത്. ഞാൻ പറഞ്ഞില്ലേ, വളരെ യാദൃച്ഛ്യമായി പരിചയപ്പെട്ട ഒരാൾ ഇത്രയും ദൂരത്തു നിന്നൊരു ക്യാമറ നമുക്ക് എത്തിച്ചു തരിക, അത് നമുക്ക് പറ്റുന്ന പോലെ EMI ആയിട്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു വ്യവസ്ഥയിൽ കൊണ്ടുവരിക. ഇത്രയും വിലയുള്ളൊരു സാധനം അദ്ദേഹം ചെറിയൊരു എമൗണ്ട് മാത്രം മേടിച്ച് എൻ്റെ കയ്യിൽ തന്നും വിട്ടു. അപ്പോൾ അതാണ് ഞാൻ ആകെ വണ്ടറടിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ഗിഫ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഗിഫ്റ്റായിട്ട് തന്നെ ഞാനിത് കാണുന്നുള്ളൂ. കാരണം നമുക്ക് പറ്റുന്ന രീതിയിലൊരു തവണകളായിട്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ല. അദ്ദേഹം ഇതെനിക്ക് തരികയും ചെയ്തു. ഹാപ്പി ആയിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ കിഡിലോസ്കി വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ GoPro9 കൊണ്ടൊരു തകർപ്പുണ്ട് നമ്മൾ. അപ്പോൾ ഏതായാലും നമ്മൾ ആ GoPro കിറ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം എൻ്റെ 10,000-ലധികം വരുന്ന എൻ്റെ സബ്സ്ക്രൈബർ ഹീറോസിനൊപ്പം നമ്മുടെ ഇന്നത്തെ ഹീറോ എന്ന് പറയുന്ന ഈ ഹീറോ 9 ക്യാമറയും ഇതിൻ്റെ കൂടെയുള്ള ഈ സംഗതി അടങ്ങുന്ന ഈ ഒരു വലിയ കിറ്റാണ് സുഹൃത്തുക്കളെ, എൻ്റെ പൊന്നെ. അപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്ന ഈ സംഗതികളൊക്കെയാണ് നമുക്ക് ഈ ബണ്ടിലിനകത്ത് വരുന്നത്. അത് കൂടാതെ ഈ ഒരു ഡ്യുവൽ ബാറ്ററി ചാർജറും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, അതുകൂടാതെ ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. അല്ല, ഇതിനകത്ത് 2 ബാറ്ററി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് 2 ബാറ്ററി ഉണ്ട്, അതുകൂടാതെ ഇതിനകത്തൊരു ബാറ്ററി. അപ്പോൾ മൊത്തം നമുക്ക് 3 ബാറ്ററിയായി, അതിനുള്ള ചാർജറുമായി. ഇനിയിപ്പോൾ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഞാനിതൊന്ന് തുറന്നായിരുന്നു, അൺബോക്സിങ് വീഡിയോ ഒന്നും അല്ല, തുറന്നായിരുന്നു. പക്ഷേ എന്നാലും നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കവറായിട്ടാണ് വരുന്നത്. അതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഗോപ്രോയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പൗച്ചാണ്. ഇതിനകത്താണ് സംഭവം. അത് നമുക്കിങ്ങനെ തുറക്കാം. തുറന്നു കഴിയുമ്പോൾ നമുക്കുള്ള സംഗതികളെല്ലാം ഇതിനകത്തുണ്ട്. ആദ്യം നമുക്ക് ക്യാമറ തന്നെ എടുക്കാം. ഇതല്ലേ, ഇവിടെ വാടാ മോനെ, ഇവിടെ വാടാ മുത്തേ. ഇതാണ് ഗൈസ് ക്യാമറ. ഇതിപ്പോൾ ഫ്രണ്ടിലെ സ്ക്രീനാണ് കേട്ടോ, ഡിസ്പ്ലേ ആണ്. നമുക്ക് കാണാം, ക്യാമറ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാം, ഡിസ്പ്ലേ കാണാം. പിന്നെ ഹീറോ 8-നേക്കാളും അല്പം വലിപ്പം കൂടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാറ്ററിയുടെ സംഭവങ്ങൾ, കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറന്ന് എടുക്കണം. അതെ, പ്ലാസ്റ്റിക് മാറ്റിക്കഴിഞ്ഞാൽ ഇവനാണ് സാധനം. എന്തല്ല ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് ഒടുക്കത്തെ വില. നമ്മുടെ നാട്ടിലെ വില അനുസരിച്ച് ഈ ക്യാമറ മാത്രം 40,000 രൂപ കേട്ടോ, ഈ ക്യാമറ മാത്രം. പിന്നെ ഗോപ്രോയുടെ എല്ലാ സാധനത്തിനും മുടിഞ്ഞ വിലയാണ്. ക്വാളിറ്റി വരുമ്പോൾ അതുപോലെ വിലയും വരും. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മൗണ്ട് വരുന്നുണ്ട്. അത് ഇതേ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മൗണ്ടാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ഒരു നല്ല ഗ്രിപ്പുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ പിടിച്ച് നമുക്ക് ചെയ്യാനുള്ളൊരു സംഗതി വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ഹെൽമെറ്റിലൊക്കെ വെച്ച് നമുക്ക് ബൈക്ക് ഓടിച്ച് പോകുമ്പോഴൊക്കെ ഹെൽമെറ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു മൗണ്ടാണ്. ഇതിനകത്ത് സ്പെഷ്യലായിട്ട് വരുന്ന സാധനം ഇത് പറഞ്ഞായിട്ട് കേട്ടോ. ഇത് ഒരു മാഗ്നറ്റിക് മൗണ്ടാണ്. ഇത് കണ്ടോ, നമുക്കിതൊരു ക്ലിപ്പായിട്ട് അവിടെ വേണമെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോസ് എടുക്കാം. അതുകൂടാതെ ഒരു മാഗ്നറ്റാണ്, ഇവിടെ ഒരു മാഗ്നറ്റാണ്. ഇതിപ്പം കാറിലോ ബോഡിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് അങ്ങനെ ഇരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അത് വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് കൂടാതെ പിന്നെ അതൊരു അത് ഇതിൻ്റെ കേബിളാണ്, ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. സി ടൈപ്പ് കേബിളാണ് വരുന്നത്. പിന്നെ അതുപോലെ രണ്ട് ഇതിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതുകൂടാതെ പിന്നെ നമുക്ക് ഇതൊരു ബാറ്ററി ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു ബാറ്ററി, ക്യാമറയ്ക്ക് ഒരു ബാറ്ററി വെളിയിരിക്കുമായിരുന്നു, ഞാനെടുത്ത് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഒരു ബാറ്ററിയും കൂടെ ഉണ്ട്, ഈ ബാറ്ററി കൂടെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുകൂടാതെ നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു സംഗതിയാണ് ഈ സാധനം, ഡ്യുവൽ ബാറ്ററി ചാർജർ. ഈ ഒരു സാധനത്തിന് മാത്രമൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. ഇതിപ്പം ഞാൻ പുറത്ത് കണ്ടു, ഈ നമ്മുടെ ഇതിൽ ആമസോണിലൊക്കെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, ഇതല്ലേ. ഇത് മൊത്തത്തിൽ ഇങ്ങനെ എടുക്കാം. അതെ, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതാണ് ഇവൻ്റെ പ്രധാന ഐറ്റം. ഇത് 2 ബാറ്ററി ഇതിനകത്തേക്ക് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജർ സാധനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ, വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഒരു വീഡിയോ, നമ്മൾ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇനിയിപ്പോൾ എവിടെ കാറിലൊക്കെ വേണ്ടിയിട്ട് കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇതൊരു ബാറ്ററി ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് പേപ്പറുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെയും കുറേ പേപ്പറുകളും അതിൻ്റെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പേപ്പറുകളൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. അതെ, ഇതിനകത്ത് വേറൊരു ഐറ്റം കാണിക്കാൻ മറന്നു കേട്ടോ. ഒരു 32 GB ഒരു SD കാർഡ് കൂടെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നേക്കുന്നത്. ആകെപ്പാടെ വണ്ടർ അടിച്ചിരിക്കുവാണ്. ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഈ ക്യാമറ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അതായത് ജസ്റ്റ് ഇത് ഇങ്ങനെ തുറക്കാം, ഇതിനിടയ്ക്കോട്ട് കയറ്റുക, സ്ക്രൂ എടുത്തിട്ട് തിരിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സംഭവം ഇത്രേ ഉള്ളെങ്കിൽ ഇവനാൾ പുരിയാണ് കേട്ടോ. പിന്നെ ഈ ക്യാമറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ക്യാമറ കേട്ടോ. ഇതിപ്പം ഒരുപാട് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി ഓരോന്നായിട്ട് പഠിക്കണം. ഇത് ഭയങ്കര സ്ലോ മോഷൻ എടുക്കാം, സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കാം, പിന്നെ നമ്മൾ ടൈം ലാപ്സ് എടുക്കാം, നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വീഡിയോയും ഫോട്ടോയും എടുക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുള്ള സംവിധാനമാണിത്. ഇപ്പോൾ SD കാർഡ് ഇട്ടിട്ടില്ല, നോ SD കാർഡ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ടച്ച് സ്ക്രീനാണ് സ്റ്റാൻഡേർഡ്. നമുക്കിതുവരെ ഓരോ ബോർഡിലൊക്കെ വീഡിയോസ് ഇടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. പയ്യെ മെല്ലെ മെല്ലെ നമുക്കതൊക്കെ ഇത് പഠിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ, ഇന്നത്തെ ഹീറോ. 10,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം ഇന്നത്തെ Gopro9 ആണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും വണ്ടർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പറയുന്ന വാക്കുകളൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. അത്രത്തോളം സന്തോഷമുണ്ട്, അത്രത്തോളം മൈൻഡ് ഹാപ്പിയാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ നമുക്കത് കിട്ടും. പക്ഷേ നമ്മളൊരു സ്റ്റെപ്പെങ്കിലും വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതിനൊരു ഉദാഹരണത്തിന് ഒരു കഥയുണ്ട്. ഒരാൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ദൈവമേ എനിക്ക് ലോട്ടറി അടിക്കണേ, ദൈവമേ എനിക്ക് ലോട്ടറി അടിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു വർഷം നിരന്തരമായിട്ട് പുള്ളി പ്രാർത്ഥന തുടങ്ങിയപ്പം ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഇതോട് ചോദിച്ചു, എടോ താനൊരു വർഷമായിട്ട് പ്രാർത്ഥിക്കുമല്ലേ ഈ സംഭവം, അറ്റ്ലീസ്റ്റ് ഒരു ലോട്ടറി പോയി എടുത്തൂടെ, നല്ല ലോട്ടറി അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ സംഭവം കേട്ടോ. ഇപ്പോൾ ഇന്ന് നാളെ മുതൽ എല്ലാവരും ഇത് അയ്യോ എനിക്കത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുകയും നമുക്കത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്താൽ 100% ഷുവറാണ് അത് കിട്ടും, അത് നടന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ഈ ഒരു GoPro Hero9 ഈ ഒരു വലിയ കിറ്റ് അങ്ങോട്ട് മേടിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വമ്പൻ ഡിസ്കൗണ്ടിലാണ് പുള്ളി ഇത് തന്നത്. കൂടാതെ നമുക്ക് ഇത്ര EMI സ്കീമിൽ തന്നു. ഇതിൽ പരം നല്ലൊരു ഓഫർ എനിക്ക് ജീവിതത്തിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് രണ്ടും കൽപ്പിച്ച് മേടിച്ചു. പിന്നെ നമ്മളെ സാധാരണക്കാരനെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർന്നതിന് ശേഷം നമുക്കിതൊക്കെ മേടിക്കാം, നമുക്ക് യാത്രയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകളും പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടുകളും ഈ പ്രശ്നങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദൈനംദിന പ്രക്രിയയാണ്. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. ഒപ്പം നമ്മുടെ ഇതുപോലത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടുക. ശ്രമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നല്ല കിഡിലോസ്കി വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ വീഡിയോസാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ നല്ല ട്രാവൽ സീരീസുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിനുള്ളിൽ മാത്രമല്ല, ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു കലാപരിപാടിയാണ് ഇനി അങ്ങോട്ട് വരുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മൾ ഇന്ത്യക്ക് പുറത്തും നമ്മൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലോക്കൽ പ്രദേശങ്ങളെല്ലാം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. നമ്മൾ പുതിയ ക്യാമറ കിട്ടിയേക്കാണ്. അപ്പോൾ പുതിയ ക്യാമറയൊക്കെ ആയിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കേരളത്തിനുള്ളിൽ തന്നെയുള്ള നല്ല കുറേ സ്ഥലങ്ങൾ നമ്മൾ യാത്ര ചെയ്യും. അടിപൊളി കുറച്ച് നല്ല വീഡിയോസ് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യും. നമ്മുടെ നാടാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്കെല്ലാം. നമ്മൾ എത്ര ഉയരങ്ങളിൽ പോയാലും നമ്മൾ എവിടെ പോയാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വരേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാടാണ് ആദ്യം. അതിനുശേഷം നമ്മൾ കേരളത്തിന് വെളിയിലേക്ക് പോകുന്നു, ഇന്ത്യ മുഴുവൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ നല്ല വണ്ടർഫുൾ കാഴ്ചകൾ അടങ്ങുന്ന ഒരുപാട് കിഡിലൻ വീഡിയോസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ അതിനൊക്കെ വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അങ്ങനെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നതാണ് ഈ വണ്ടർ അടിച്ചിരുന്നതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ട്. വേറെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഓർത്തും കൂടിയാണ് വന്നത്. പക്ഷേ ഒന്നും മനസ്സിലോട്ട് വരുന്നില്ല, കാരണം ഞാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഇപ്പോൾ വെയിലൊക്കെ വന്നു തുടങ്ങി. രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ. ഞങ്ങളുടെ ഇടുക്കിയിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് രാവിലെ നല്ല തണുപ്പാണ്. ഒരു 10 മണി കഴിയുമ്പോൾ അങ്ങോട്ട് ചൂട് തുടങ്ങും. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അസാധ്യമായ ചൂടായിരിക്കും. പിന്നെ ഒരു 3 മണി കഴിയുന്നതോടുകൂടി 4 മണി കഴിയുന്നതോടുകൂടി ശരിക്കും പിന്നെയും തണുപ്പ് തുടങ്ങും. പിന്നെ രാത്രി നല്ല തണുപ്പാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ഇടുക്കിയിലെ കാലാവസ്ഥ. അപ്പം ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി, എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിനി GoPro Hero9 ഒക്കെ ഉപയോഗിച്ചുള്ള നല്ല അടിപൊളി നല്ല കിഡിലോസ്കി കുറച്ച് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.